ഒരു വ്യാഴവട്ടം മുമ്പാണ് അർജന്റീനയിലെ ഹോർഗെ മരിയോ ബർഗോളിയോ കത്തോലിക്ക സഭയുടെ 266ാമത്തെ പോപ്പായി അവരോധിതനായത്. സഭയുടെ ചരിത്രത്തിലെ തന്നെ യുഗപ്പിറവിയായിരുന്നു അത്. 1282 വർഷത്തിനു ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തു നിന്നും ഒരാൾ, അതും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഈശോ സഭയിൽ നിന്നും ഒരാൾ കത്തോലിക്ക സഭയുടെ പരമാധികാര പദവിയിലെത്തിയത്. അന്നു മുതൽ മാറ്റങ്ങളുടെ പോപ്പായി വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമധേയം മാത്രമല്ല, ശബ്ദവും രൂപവും തന്നെയായി പോപ്പ് ഫ്രാൻസിസ്. I am most grateful for your invitation to address this joint session of Congress in the land of the free at the home of the brave. ബ്യൂണസ് അയേഴ്സ് രൂപത തലവനായിരുന്നപ്പോൾ മുതൽ നഗരപ്രാന്തത്തിലെ ഒരു ഇടുങ്ങിയ ഫ്ളാറ്റിൽ കഴിഞ്ഞ് ബസ്സിലും തീവണ്ടിയിലും ജങ്കാറിലും വരെ സഞ്ചരിച്ചിരുന്ന മരിയോ ബർഗോളിയോ മാർപ്പാപ്പയായപ്പോഴും ആ ലാളിത്യം മറന്നില്ല. സ്വാതന്ത്ര്യം, യുദ്ധം, കലാപം, ദാരിദ്ര്യം, പട്ടിണി, അഭയാർത്ഥിത്വം, വിദ്യാഭ്യാസം, പരിസ്ഥിതി, ചൂഷണം, കുടിയേറ്റം, പാർശ്വവൽക്കരണം, ലൈംഗികത എന്നിങ്ങനെ ഏത് വിഷയമായാലും സ്നേഹവും അനുകമ്പയും പ്രത്യാശയും പ്രസരിപ്പിച്ചുള്ള ഫ്രാൻസിസ് പോപ്പിന്റെ പീഡിത പക്ഷപാതിത്വം സഭയ്ക്ക് വേറൊരു മുഖം നൽകി. വത്തിക്കാൻ സിറ്റിയിലെ പുൽക്കൂട്ടിൽ കഫിയായിൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിന്റെ രൂപം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ ഒരു ക്രിസ്മസ് കാലത്ത് പലസ്തീനിലെ സമാധാനത്തിനായി സംസാരിച്ചത്. മുതലാളിത്ത രാജ്യങ്ങളിലെ നിയോലിബറൽ പരിഷ്കാരങ്ങൾ സൃഷ്ടിച്ച എല്ലാത്തരം ആക്രമണങ്ങളെയും അസമത്വത്തെയും പോപ്പ് ഫ്രാൻസിസ് അപലപിച്ചു. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ച് റിപ്പബ്ലിക്കന്മാരുടെ ശത്രുത ഏറ്റുവാങ്ങി. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അന്തസ്സിനും അവകാശത്തിനും വേണ്ടി വാദിച്ചു. വാടക ഗർഭധാരണത്തിലെ ചൂഷണത്തെ നിരോധിച്ചു. പെസഹായ്ക്ക് സ്ത്രീകളുടെ കാൽ കഴുകണമെന്ന് നിർബന്ധം പിടിച്ചു. കത്തോലിക്ക പുരോഹിതരുടെ ലൈംഗിക പീഡനത്തെ അതിജീവിച്ചവരോട് ഫ്രാൻസിസ് പോപ്പ് നടത്തിയ ചരിത്രപരമായ ക്ഷമാപണത്തിന് സമാനതകളില്ല. ലൈംഗികത പാപമാണെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളെ തിരുത്തി ദൈവത്തിന്റെ വരദാനമാണെന്ന് പ്രഖ്യാപിക്കാനും ധീരത കാട്ടി. സ്വവർഗ ദമ്പതിമാരെ കൂദാശകളൊന്നുമില്ലാതെ അനുഗ്രഹിക്കാനും അദ്ദേഹം പുരോഹിതന്മാരോട് ആവശ്യപ്പെട്ടു. പള്ളിയിൽ ഒരു മോഷ്ടാവ് വന്ന് കുമ്പസരിച്ചാലും അധികം ചോദ്യം ചെയ്യരുതെന്നും ആവശ്യപ്പെട്ടു. ശിവഗിരി മഠത്തിന്റെ ലോക സർവമത സമ്മേളനത്തിൽ ദൈവദശകം ഇറ്റാലിയനിൽ ചൊല്ലി പോപ്പ് നാരായണ ഗുരുവിനെ ലോകഗുരുവായി ഉയർത്തിപ്പിടിച്ചത് മലയാളികൾക്കും ആവേശമായി. കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികളുടെ അടുത്ത സുഹൃത്തുക്കളാണെന്നും പൊതുലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് പോപ്പ് ബൈബിൾ ഭാഗങ്ങൾ ഉദ്ധരിച്ചപ്പോൾ 2015 ബോസ്കോ വിജയദിന പരേഡിൽ പങ്കെടുത്ത ക്യൂബൻ വിപ്ലവ നായകൻ റൗൾ കാസ്ട്രോ ആ കൈമുത്തിക്കൊണ്ട് തമാശയിൽ ഇങ്ങനെ പറഞ്ഞു: പോപ്പ് ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് പോകേണ്ടി വരും. വിപ്ലവകരമായ രാഷ്ട്രീയ ദിശകളിലൂടെയെല്ലാം സഭയേക്കാൾ ബഹുദൂരം സഞ്ചരിച്ചു ഫ്രാൻസിസ് പോപ്പ്. എന്നാൽ അദ്ദേഹത്തിന്റെ പുരോഗമന നിലപാടുകളെ പൂർണ്ണാർത്ഥത്തിൽ വിലമതിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞോ എന്ന ചോദ്യമുണ്ട്. അതെന്തായാലും വിശ്വാസത്തിന്റെ വിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഇതുപോലെ വിപ്ലവം മുഴക്കിയൊരു പോപ്പിനെയും ലോകം കണ്ടിട്ടില്ല. പുതുലോകം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പോപ്പ് ഫ്രാൻസിസിനെ മറക്കുകയുമില്ല. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.